കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ പീഡിപ്പിച്ചത്. അയാളെ ചോദ്യം ചെയ്ത് കൺഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. കുറ്റം സമ്മതിച്ചിരിക്കുന്നു അയാൾ. പക്ഷേ ഇതിനകത്ത് ഒരു സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ പോക്സോ പറയുന്നുള്ള റേപ്പ് പോലെ ഒരെണ്ണം ചെയ്യാനുള്ള സാധ്യതകൾ ഇല്ല. മറ്റു രീതിയിലുള്ള ഒരു ഒഫൻസാണ്, ഒരു പീഡനമാണ് കുട്ടിയെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് തോന്നുന്നു. കുട്ടിയുടെ പ്രൈവറ്റ് ഏരിയയിലേക്കുള്ള ഇഞ്ചുറികൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കണ്ടിരിക്കുന്നു. അതിൻ്റെ എവിടെയാണ് ആ പെനിട്രേഷൻ നടന്നത് നമുക്കറിയില്ല. അറ്റംപ്റ്റ് പെനിട്രേഷൻ ആയിരിക്കാം. ഏതായാലും 376 അല്ലെങ്കിൽ പോക്സോ കേസ് വന്നിരിക്കുന്നു. മൈനറായ കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നു. പോക്സോ ഒഫൻസ് കൃത്യമായിട്ട് പോലീസ് അതിൻ്റെ അകത്തിട്ടിരുന്നു. അതേസമയത്ത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണെങ്കിൽ, അതാണെങ്കിൽ ഒരു ലൈഫ് ഇംപ്രിസ്മെൻറ്റ് 10 വർഷം വരെ ലഭിക്കാം. അത് സെക്ഷൻ 6 അത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അസോൾട്ട് ആക്ട് 2012 പരിധിയിൽ വരുന്നതാണ്. അത് സെക്ഷൻ 6 അതനുസരിച്ച് 10 വർഷത്തെ തടവ് അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസ്മെൻറ്റും കൊടുക്കാം. അത് കോടതി നിശ്ചയിക്കും. ഏതായാലും സെക്സ്വൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് മാത്രം ഉള്ള ഒരു ചെറിയ പെനിട്രേറ്റീവ് ആയിട്ടുള്ള ചെറിയ അറ്റംപ്റ്റേ ഉള്ളെങ്കിൽ 3 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷ വരും. സെക്ഷൻ 7 അനുസരിച്ച് പോകും. പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൻ്റെ കൃത്യത നമുക്കറിയില്ല, അതറിയാൻ കഴിയില്ല. അപ്പം അത് കോടതിയിൽ സീക്രട്ടായിട്ട് അവിടെ കോടതിയിൽ ആ ഡോക്യുമെൻ്റ് സൂക്ഷിക്കും. അത് ട്രയൽ സമയത്ത് മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. കുട്ടിയുടെ അച്ഛൻ്റെ ഒരു അനിയനെ ഇപ്പോൾ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഞടുക്കുന്ന വാർത്തകളല്ലേ, നമുക്കിത് വിശ്വസിക്കാൻ കഴിയാത്ത വാർത്തകളാണ്. അതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികൾക്ക് എങ്ങും സുരക്ഷിതത്വമില്ല. പ്രത്യേകിച്ച് ഈ കുട്ടികളെ മാതാവും പിതാവും കുട്ടിയെ അത്ര കാര്യമായിട്ട് നോക്കുന്നില്ല. ഒരു അബാൻഡൻഡ് ചൈൽഡായിട്ട് നമുക്ക് മാത്രമേ കണക്കാക്കാനുള്ളൂ. ആ കുട്ടിയെ കൃത്യമായിട്ട് ആരും പരിരക്ഷിക്കുന്നില്ല. കുട്ടിയുടെ അമ്മയും അച്ഛനും ആ കുട്ടിയെ നോക്കുന്നില്ല. 3-3.5 വയസ്സുള്ള കൊച്ചേ ഉള്ളൂ. ആ പിതാക്കന്മാരും അയൽവക്കത്തുള്ളവരും ഒക്കെ തന്നെയാണ് കുട്ടിയെ കൂടുതൽ ഇടപെടുന്നത്, കുട്ടിയായിട്ട് കളിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് തന്നെ ആണ്, അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളിൽ നിന്ന് തന്നെയാണ് കുട്ടിക്ക് പീഡനം ഉണ്ടായെന്നാണ് ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ. ഒരു നെഗ്ലക്റ്റഡ് ആയ ഒരു ചൈൽഡ് എന്ന് തന്നെ പറയണം. അപ്പൻ്റെ പൂർണ്ണ സംരക്ഷണമില്ല, അമ്മയുടെ ഒട്ടും സംരക്ഷണമില്ല. കുട്ടി എന്ത് പഴച്ചു? ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. കാരണം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള അപകടം ഉണ്ടാവും. പോക്സോ കേസിനകത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി, സെക്ഷൽ ആക്ടിവിറ്റിക്ക് വിധേയമാകും. നമുക്ക് 12, 13, 14 വയസ്സിലുള്ള കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്ന സമയത്ത് ധാരാളം കേസുകൾ നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൊച്ചുങ്ങളെ 3-3.5 വയസ്സുള്ള കൊച്ചിനെ അതിനെ പീഡിപ്പിക്കുന്നവർക്ക് കൃത്യമായിട്ട് ലൈഫ് ഇംപ്രിസ്മെൻ്റ് അല്ല, ക്യാപിറ്റൽ പണിഷ്മെൻ്റ് തന്നെ കൊടുക്കണം. ഇവന്മാരെ തൂക്കാൻ വിധിച്ചേ പറ്റുള്ളൂ. കേരളത്തിൽ ധാരാളം കുട്ടികൾ ഇതുപോലെ പീഡനം അനുഭവിക്കുന്നുണ്ട്. മരിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അതേപ്പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരാകുന്നതും അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ മനസ്സിലാകുന്നതും. എവിടെ വേണമെങ്കിലും ശരി, കൊച്ചുകുട്ടികൾക്ക്, പ്രത്യേകിച്ച് കൊച്ചു പെൺകുട്ടികൾക്ക് അവരൊക്കെ പീഡിപ്പിക്കാനുള്ള ശ്രമം അത് പലരും നടത്തും. അത് വീടിനകത്തു നിന്നാകാം, വീടിൻ്റെ അയൽവക്കത്തു നിന്നാകാം, ബന്ധുക്കളിൽ നിന്നാകാം, അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുന്ന അവിടെ എവിടെയെങ്കിലും കുട്ടിയെ നഴ്സറി വിടുമ്പം അവിടെയും അതിനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള മനോരോഗമുള്ള പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. സിനിമാ നടന്മാരെ 1-2 പേരെ നമുക്കറിയാം. അവരെ നഗ്ന ദൃശ്യങ്ങൾ പലയിടത്തും കാണിക്കുന്നതൊക്കെ നമുക്കറിയാം. സമൂഹത്തിലെ ഉന്നതരായ പലരും, പല പൊസിഷനിൽ ഇരിക്കുന്നവർ ഈ രീതിയിലുള്ള പ്രവൃത്തികൾ ബസ്സിലും ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പം പല പെൺകുട്ടികൾക്കും ഇതുപോലുള്ള നഗ്ന പ്രദർശനം കണ്ടിട്ടുണ്ട്. അവർ അത് പുറത്ത് പറയാതിരിക്കും, കാരണം അതൊരു കോൺട്രവേഴ്ഷ്യലാവും. പക്ഷേ ഒരു സീരിയൽ നടൻ സ്ഥിരമായിട്ട് ലേഡീസ് ഹോസ്റ്റലിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ നഗ്നത കാണിച്ച് നടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സമൂഹത്തിൻ്റെ ആ മനോരോഗം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത് നമുക്ക് തടയിട്ടേ പറ്റുള്ളൂ. അത് സാംസ്കാരികമായ ഉന്നതി ഇവർക്ക് ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. അത് തന്നെയല്ല, ആ വിദ്യാഭ്യാസത്തിനൊപ്പം അവർക്ക് സാംസ്കാരികമായ അധപ്പതനം സംഭവിക്കാതിരിക്കാൻ അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ചർച്ചകളും ടോക്കുകളും അവർക്കൂടെ ലഭ്യമാകുന്ന രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ. അത് അങ്ങനെയുള്ള
മേഖലകളിലെല്ലാം കൂടുതൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി സാമൂഹ്യ പ്രവർത്തകർ പ്രവർത്തിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത്.